ഞാനിന്നിവിടെ മൺകലത്തിൽ വേവിച്ചെടുക്കുന്ന അടിപൊളി ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി പരമാവധി വെള്ളമൊക്കെ വാർന്നു പോയ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നാലാണ് ഇറച്ചിയിലൊക്കെ ഒന്ന് ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ച സവാള, പിന്നെ അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക്, ചതച്ചെടുത്ത വെളുത്തുള്ളി, ചതച്ചെടുത്ത ഇഞ്ചി, ഇതേപോലെ ചെറുതായിട്ട് ചതച്ചെടുത്ത കുരുമുളകും ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി വറുത്തെടുത്തതും ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം. എന്നാലാണ് മസാലയിലും ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം. ഇതിലേക്ക് വെള്ളമോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മണം. ആദ്യം വേപ്പില ഇടാൻ മറന്നുപോയി. ഞാനിത് മൺകലത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഇറച്ചിയൊക്കെ ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ആ ഇറച്ചിയുടെ വെള്ളം തന്നെ തെളിഞ്ഞ് വരും. പിന്നെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ട. ഇറച്ചിക്ക് തന്നെ നെയ്യുണ്ട്. പിന്നെ ആവശ്യമില്ലാതെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് ഞാൻ വിറകടുപ്പിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്ന് തിളക്കുന്നത് വരെ ഗ്യാസ് അടുപ്പിലാണ് വയ്ക്കുന്നത്, വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇറച്ചിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിലിട്ട് വേവിക്കണം. അല്ലെങ്കിൽ ഇറച്ചി കലത്തിനടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഇറച്ചിയുടെ നെയ്യെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. യാതൊരു വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് ഇത്രയും നമുക്ക് ചാറൊക്കെ കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിക്കണം. ഇനി ഇത്രയും ചാറൊന്നും വേണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ട് നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല വരട്ടിയെടുത്തോണം. നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നല്ല ചൂട് പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കറിയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കൊക്കെ കുക്കറിൽ നിന്നൊക്കെ മാറി ഇതേപോലെ മൺകലത്തിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ രുചി വ്യത്യാസം അറിയാൻ പറ്റും. നമ്മൾ വേറെ ഇരട്ടി പണികളൊന്നും ചെയ്യണ്ട, മസാലകളൊന്നും വാട്ടയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.